ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഒരു ദൈവമകൻ, ഒരു ദൈവമകളെ സംബന്ധിച്ച് എമ്യുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഫോളോ ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദാഹരണമാണ് ബൈബിളിൽ യോസേഫ് എന്ന വ്യക്തി. നമ്മൾ അനേക മെസ്സേജുകൾ യോസേഫിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു കുറ്റം ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അനേക ദൈവപുരുഷന്മാരുണ്ടായിരുന്നു, ദൈവ മനുഷ്യരുണ്ടായിരുന്നു. അവരെപ്പറ്റി കുറ്റങ്ങളും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ യോസേഫ് എന്ന മനുഷ്യനെ കുറിച്ച് അധികം കുറ്റങ്ങൾ കാണുന്നില്ല. ഹല്ലേലൂയ. ഒരു ദർശന നിമിത്തം, ഒരു സ്വപ്നം നിമിത്തം സഹോദരന്മാരാൽ ഒറ്റപ്പെട്ട ഒരു യോസേഫ്, ഒരു ദർശന നിമിത്തം ദൈവം അവന് കൊടുത്ത ഒരു കാഴ്ച നിമിത്തം സഹോദരന്മാരാൽ ഹല്ലേലൂയ തഴയപ്പെട്ട, ഹല്ലേലൂയ കോർണർ ചെയ്യപ്പെട്ട ഒരു യോസേഫ്, സഹോദരന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു യോസേഫ്, അതോടൊപ്പം തന്നെ സഹോദരന്മാരാൽ അന്യദേശത്തേക്ക് വിൽക്കപ്പെട്ട ഒരു യോസേഫ്. ഹല്ലേലൂയ. നമുക്കറിയാം യാക്കോബിൻ്റെ ഒരു മകനാണ് യോസേഫ്. യാക്കോബ് പിതാവിൻ്റെ അവകാശങ്ങൾ, പിതാവിൻ്റെ പൊസഷൻസ് എല്ലാം റൈറ്റ്ഫുള്ളി ഇൻഹെറിറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ആര്? യോസേഫ്. അവകാശിയായിരുന്നു യോസേഫ്. അവകാശിയായവൻ ദർശന നിമിത്തം അടിമയായി മാറിയ കഥയാണ് യോസേഫിൻ്റേത്. അവകാശിയായവൻ ഹല്ലേലൂയ അടിമയായി മാറിയ ഒരു കഥയാണ്. അതിനുശേഷം ഇശ്മായേലിയ കച്ചവടക്കാർ അവനെ ഹല്ലേലൂയ മിസ്രയീമിൽ എത്തിക്കുന്നു. മിസ്രയീമിലെത്തിയ യോസേഫിനെ പൊത്തിഫേർ വിലയ്ക്ക് വാങ്ങി. പൊത്തിഫേർ യോസേഫിനെ ഒന്ന് നോട്ടീസ് ചെയ്തു, യോസേഫിനെ ഒന്ന് ഒബ്സർവ് ചെയ്തു. അവൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം യഹോവയുടെ ഫേവർ അവൻ്റെ മേലുണ്ടെന്ന് മനസ്സിലാക്കിയ പൊത്തിഫേർ ഹല്ലേലൂയ തൻ്റെ ഭവനത്തിലെ സകല കാര്യങ്ങൾക്കും അവനെ ഇൻചാർജ് ആക്കി തീർക്കുകയാണ്. എന്നാൽ പൊത്തിഫേർ ഹല്ലേലൂയ ഈ ദർശനത്തിൻ്റെ ഹല്ലേലൂയ ആ റെപ്പർക്കഷൻസ്, ആ ഒരു കോൺസിക്വൻസസ് അവിടെയും യോസേഫിനെ വിട്ടില്ല. പൊത്തിഫേറിൻ്റെ ഭാര്യയുടെ കണ്ണ് യോസേഫിൻ്റെ മേൽ പതിയുകയാണ്. എന്നാൽ ഹല്ലേലൂയ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും, പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ടായിട്ടും ഹല്ലേലൂയ യോസേഫ് പാപത്തെയും പൊത്തിഫേറിൻ്റെ ഭാര്യയും വിട്ട് ഓടുകയാണ്. ആ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. അവിടെ യോസേഫ് പറയുന്നൊരു വാചകമുണ്ട്, ഇവിടെയും ഞാൻ കുറ്റം ഒന്നും ചെയ്തിട്ടല്ല ഈ കാരാഗ്രഹത്തിലെത്തിയത്, ദർശന നിമിത്തമാണ് ഞാൻ കാരാഗ്രഹത്തിലെത്തിയത്. ഇവിടെയും ഞാൻ കുറ്റം ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെയും ഞാൻ പാപം ഒന്നും ചെയ്തിട്ടില്ല, ദർശന നിമിത്തം ഞാൻ കാരാഗ്രഹത്തിലെത്തി. നാം വായിച്ച പാസേജിൻ്റെ ഇനിഷ്യൽ വേഴ്സസിൽ നാം കാണുന്നുണ്ട്, യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിലേക്ക് സ്വാതന്ത്ര്യമുള്ള അവകാശിയായിരുന്ന യോസേഫ് ഇതാ ഹല്ലേലൂയ അവൻ്റെ ഫ്രീഡം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്, അവൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്, അവൻ വാച്ച് ചെയ്യപ്പെടുകയാണ്. ആ ബദ്ധനായി യോസേഫ് കിടക്കുന്ന കാരാഗ്രഹത്തിൽ കാരാഗ്രഹ പ്രമാണി അവനെ ഒബ്സർവ് ചെയ്തപ്പോൾ യഹോവയുടെ കൈ അവൻ ചെയ്യുന്നിടത്ത് എല്ലാ കാര്യത്തിലും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ഫേവർ അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു മനസ്സിലാക്കിയ കാരാഗ്രഹ പ്രമാണി അവിടെയും യോസേഫിനെ ബദ്ധനാക്കിയ കാരാഗ്രഹത്തിലും അവനെ സകലർക്കും ഇൻചാർജാക്കി മാറ്റുക. ഈ കാരാഗ്രഹത്തിലേക്കാണ് ഫറവോൻ്റെ 2 ഒഫീഷ്യൽസ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. നാം അവിടെ വായിക്കുന്നു, യോസേഫിനെ സംബന്ധിച്ച് ഈ കാരാഗ്രഹത്തിൽ അവൻ ആയിരിക്കുന്നത് അവൻ കുറ്റം ചെയ്തിട്ടല്ല, പാപം ചെയ്തിട്ടല്ല, പാപം വിട്ടോടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഒഫീഷ്യൽസിനെ കുറിച്ച് നാം വായിക്കുന്നത്, മിസ്രയീം രാജാവ് അനന്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകൻ, അപ്പക്കാരുടെ പ്രമാണി മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഒരേ കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടിരിക്കുന്ന 2 കാറ്റഗറി ഓഫ് ആൾക്കാർ. ഹല്ലേലൂയ. ഒന്ന് പാപം ചെയ്യാത്തവൻ, ഒന്ന് കുറ്റം ചെയ്യാത്തവൻ, മറ്റൊന്ന് കുറ്റം ചെയ്തവർ. ഫറവോൻ്റെ 2 ഒഫീഷ്യൽസ്, പാനപാത്രവാഹകനെന്നും അപ്പക്കാരനെന്നും പറയുമ്പോൾ രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് അവർ ചീഫ്സ് ആണ്, അവർ പ്രമാണികളാണ്. അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി. ഒരുപക്ഷെ ഇവർ പേഴ്സണലി ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവരുടെ ടീം, ബിക്കോസ് they were in charge, they were chiefs of one was the chief of butlers and the other one was the chief of bakers. അവരുടെ ടീം എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ, അവരുടെ വൺ ഓഫ് ദ ടീം മെമ്പേഴ്സ് കുറ്റം ചെയ്താലും ആരായിരിക്കും റെസ്പോൺസിബിൾ, ആരായിരിക്കും ആൻസർ ചെയ്യേണ്ടത്? അത് ഈ ചീഫ്സ് ആയിരിക്കും. ഒരുപക്ഷെ ഇവർ പേഴ്സണലി ചെയ്തതായിരിക്കില്ല, ഇവരുടെ അണ്ടറിലുള്ള ഇവരുടെ ടീം മെമ്പേഴ്സ് ചെയ്ത ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ടീം മെമ്പേഴ്സ് ചെയ്ത കുറ്റനിമിത്തമായിരിക്കാം ഈ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. പക്ഷേ എനിവേയ്സ് 2 പേരും പരിശുദ്ധാത്മാവ് എഴുതി അവർ കുറ്റം ചെയ്തിട്ടാണ് കാരാഗ്രഹത്തിൽ എത്തിയിരിക്കുന്നത്. ആ 2 ഉദ്യോഗസ്ഥന്മാരോടും, ഫറവോനോട് കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാരോട് ഫറവോൻ കോപിച്ചു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 ആൾക്കാർ, അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി, 5 വാക്യങ്ങൾ വരെ അവരുടെ എല്ലാ ലൈഫ് സ്റ്റൈലും സിമിലറാണ്. ഹല്ലേലൂയ. ഒന്ന്, അവർ 2 പേരും ഫറവോൻ്റെ ഒഫീഷ്യൽസ് ആയിരുന്നു. 2 പേരും ഫറവോനോട് കുറ്റം ചെയ്തു. 2 പേരും കാരാഗ്രഹത്തിൽ എത്തപ്പെട്ടു. 2 പേരും സ്വപ്നങ്ങൾ കണ്ടു. 2 പേരും വിവിധ അർത്ഥങ്ങളുള്ള, 2 പേരും ചീഫ്സ് ആയിരുന്നു. 2 പേരും
വിവിധ അർത്ഥങ്ങളുള്ള ഈ സ്വപ്നം, രണ്ടുപേരും സ്വപ്നങ്ങൾ കണ്ടത് ഒരേ രാത്രി. 5 കാര്യങ്ങളിൽ അവർ ഒരുപോലെയായിരുന്നു. ഒന്ന്, അവർ രണ്ടുപേരും ഒഫീഷ്യൽസ് ആയിരുന്നു ഫറവോൻ്റെ. രണ്ടുപേരും ചീഫ്സ് ആയിരുന്നു. 3, രണ്ടുപേരും കുറ്റം ചെയ്തു. 4, രണ്ടുപേരും കാരാഗൃഹത്തിൽ എത്തപ്പെട്ടു. 5, രണ്ടുപേരും സ്വപ്നം കണ്ടത് ഒരേ രാത്രി. പക്ഷേ ഈ സ്വപ്നം കണ്ടത് മുതൽ അവരുടെ ജീവിതം 2 ട്രജക്ടറിയിലേക്ക് മാറുകയാണ്. ഈ സ്വപ്നത്തിന് ശേഷം ഒരുപോലെ സഞ്ചരിച്ച 2 വ്യക്തികൾ ഈ സ്വപ്നത്തിന് ശേഷം 2 വഴികളിലേക്ക് തിരികെയാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസേജാണ്. ഒരുവൻ്റെ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ ഒരുവൻ ജീവനിലേക്കും മാന്യതയിലേക്കും മാറുകയാണ്. മറ്റവൻ്റെ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ അവൻ നിന്ദയിലേക്കും മരണത്തിലേക്കും നീങ്ങുകയാണ്. എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യസ്തത? ആ ഒരു 5-6 വാക്യങ്ങൾ വരെ ഒരുപോലെ കൈയിട്ട് ഒരുപോലെ സഞ്ചരിച്ച വ്യക്തി ജീവിതങ്ങൾ ഒരൊറ്റ വാക്യത്തിന് ശേഷം അവരുടെ ലൈഫ് ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. ഒരുവൻ ജീവനിലേക്ക്, ഒരുവൻ മാന്യതയിലേക്ക്, ഒരുവൻ അവനെ എവിടെ നിന്ന് ഇറക്കപ്പെട്ടു, ആരവനെ ഇറക്കി വിട്ടോ അതേ ഫറവോൻ തന്നെ അവനെ തിരിച്ച് 3 ദിവസം കഴിഞ്ഞ് ജോലിയിലേക്ക് എടുക്കുകയാണ്. ഏത് സ്ഥാനത്തു നിന്ന് അവൻ നീക്കപ്പെട്ടോ ആ സ്ഥാനത്തേക്ക് അവൻ മടങ്ങി വരികയാണ്. മറ്റൊരുവൻ ഹല്ലേലൂയ ആ സ്ഥാനവും പോയി, അവൻ്റെ മാന്യത പോയി, അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചു. അവൻ അവസാനം മരണത്തിൽ ചെന്ന് അവൻ്റെ ജീവൻ കലാശിക്കുകയാണ്. എന്താണ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മോട് സംസാരിക്കാനുള്ളത്? നാം ഒരുപക്ഷെ ഈ പാസേജിൽ നിന്ന് യോസേഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, യോസേഫിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അനേകം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്. യോസേഫിനെ സംബന്ധിച്ച് യോസേഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ചാപ്റ്റർ മനോഹരമായൊരു ചാപ്റ്ററാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ബിക്കോസ് ഈ ചാപ്റ്ററിൻ്റെ ബൈ ദി എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ വി നോ ദാറ്റ് ജോസഫ് became a successful interpreter. ഹല്ലേലൂയ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു സക്സസ്ഫുൾ ഇന്റർപ്രറ്റർ ആയിട്ട് ആര് മാറുകയാണ്? യോസേഫിനെ സംബന്ധിച്ച് ഈ സ്വപ്നങ്ങൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അവസാന വാക്യം നാം വായിക്കുന്നത് യോസേഫ് പറഞ്ഞ അക്ഷരം പ്രതി 2 പേരുടെയും ജീവിതത്തിൽ അത് നിറവേറി. യോസേഫിനെ സംബന്ധിച്ച് ഈ ചാപ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ്, നന്മയുടെ ഒരു ചാപ്റ്ററാണ്, അവൻ്റെ സക്സസ്ഫുൾ സ്റ്റോറിയുടെ ഒരു ചാപ്റ്ററാണ്. ഇനിയൊരു വ്യക്തിയുണ്ട്, അവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയാണ്. അവനെ സംബന്ധിച്ചും ഈ ചാപ്റ്റർ നല്ലതാണ്. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ അവൻ നഷ്ടത്തിൽ നിന്നാണ് തുടങ്ങിയത്. അവൻ കുറ്റം ചെയ്തു, കാരാഗൃഹത്തിലാക്കി. എന്നാൽ സ്വപ്നത്തിന് ശേഷം അവൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്, അവൻ്റെ ലൈഫ് ഒരു വലിയ ടേൺ എടുക്കുകയാണ്. അവനെ സംബന്ധിച്ചും ഈ ചാപ്റ്റർ നല്ലൊരു ചാപ്റ്ററാണ്. എന്നാൽ ഹല്ലേലൂയ അവൻ കണ്ട സ്വപ്നം നല്ലതാണ്, അവന് ലഭിച്ച വ്യാഖ്യാനവും നല്ലതാണ്. അവൻ കണ്ട മുന്തിരിവള്ളി സന്തോഷത്തെ സിംബലൈസ് ചെയ്യുന്നതാണ്. മുന്തിരിവള്ളി നല്ലതാണ്, അതിൽ കണ്ട 3 ബ്രാഞ്ചസ് നല്ലതാണ്, അതിൽ നിന്ന് ലഭിച്ച വ്യാഖ്യാനവും നല്ലതാണ്. ആ ചാപ്റ്ററിൻ്റെ അവസാനം നാം വായിക്കുന്നു 3 ദിവസം കഴിഞ്ഞ് അവനെ ഫറവോൻ തൽസ്ഥാനത്തേക്ക് മടക്കിയെടുക്കുക. എന്നാൽ മൂന്നാമതൊരുവനുണ്ട്. യോസേഫിനെ പോലെ ഈ ചാപ്റ്റർ അവന് നല്ലതല്ല. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെപ്പോലെ ഈ ചാപ്റ്റർ അവൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ചാപ്റ്ററല്ല. ഈ ചാപ്റ്റർ അവൻ്റെ ജീവിതത്തിൽ നഷ്ടത്തിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ അവൻ്റെ ജീവിതം അവസാനിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഹല്ലേലൂയ ഒരുപക്ഷെ അനേക മെസ്സേജുകൾ നമ്മൾ ആദ്യത്തെ 2 വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. ഇന്ന് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ളത് ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളോടാണ്. ഹല്ലേലൂയ ആരും നിങ്ങളെപ്പറ്റി സംസാരിക്കാനോ ഒരു മെസ്സേജ് പറയാനോ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനോ ഹല്ലേലൂയ ഉണ്ടെന്ന് വരികയില്ല. പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് ഇന്ന് ചില നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരേപോലെ ജീവിതം ആരംഭിച്ച്, ഒരേ പോയിന്റിൽ നിന്ന് ജീവിതം ആരംഭിച്ച് ഹല്ലേലൂയ ചിലർ മാന്യതയിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളാണ് സംഭവിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ചില കുറവുകളാണ് സംഭവിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ ചില ശൂന്യതകളാണ് സംഭവിച്ചത്. അപ്പക്കാരുടെ പ്രമാണിയുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത്, അവൻ ചെയ്ത ചില മിസ്റ്റേക്സ് നാം റിപ്പീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ആ മിസ്റ്റേക്സ് നാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ മാന്യതയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ ഉയർച്ചയിലേക്ക് നമ്മെ കരയേറ്റുവാൻ ദൈവത്തിൻ്റെ കരം ഇന്നും ഹല്ലേലൂയ നമുക്ക് വേണ്ടി നന്മയായിട്ട് വ്യാപരിക്കുന്ന ഒരു കരമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ അപ്പക്കാരുടെ പ്രമാണി കണ്ട സ്വപ്നം. അവൻ പറയുകയാ, ഞാനും ഒരു സ്വപ്നം കണ്ടു. അവൻ ഓർത്തു, കാരണം ഞാനും പാനപാത്രവാഹനെ പോലെ ഫറവോൻ്റെ ഒരു ഒഫീഷ്യലായിരുന്നു, ഞാനും പാനപാത്രവാഹനെ പോലെ കുറ്റം ചെയ്തു, അവനും കുറ്റം ചെയ്തു, ഞാനും കുറ്റം ചെയ്തു. അവനും കാരാഗൃഹത്തിലാക്കപ്പെട്ടു, ഞാനും കാരാഗൃഹത്തിലാക്കപ്പെട്ടു. ഞാനും ചീഫായിരുന്നു എൻ്റെ പ്രൊഫഷനിൽ, അവനും ചീഫായിരുന്നു അവൻ്റെ പ്രൊഫഷൻസിൽ. ഞങ്ങളും ഒരേ രാത്രിയാണ് സ്വപ്നം കണ്ടത്. അവൻ്റെ വ്യാഖ്യാനം നല്ലതാകുമ്പോൾ എൻ്റേതും നല്ലതാകും എന്നവൻ പ്രതീക്ഷിച്ചു. തിരുവചനം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സ്വപ്നം നല്ലതെന്ന് കണ്ടപ്പോൾ, ആ വ്യാഖ്യാനം നല്ലതെന്ന് കണ്ടപ്പോൾ അപ്പക്കാരുടെ പ്രമാണി പ്രതീക്ഷിച്ചു, ഇതുവരെ ഞങ്ങൾ ഒരുപോലെ യാത്ര ചെയ്ത്, ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഒരുപോലെയാണ്, അങ്ങനെയെങ്കിൽ വ്യാഖ്യാനവും നല്ലതായി തീരും. അവൻ്റേതുപോലെ എൻ്റേതും പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവൻ കണ്ട സ്വപ്നത്തിൻ്റെ ഹല്ലേലൂയ പ്രത്യേകത എന്താണ്? പാനപാത്രവാഹകന്മാരുടെ പ്രമാണി കണ്ട സ്വപ്നത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന എന്തിൻ്റെയോ ഒരു പ്രസൻസ് ആണ്.
എന്തിൻ്റെ ഒരു പ്രസൻസ്? ഈ പ്രസൻസ് അവനെ ജീവനിലെത്തിച്ചു. അവൻ്റെ സ്വപ്നത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത് പ്രസൻസ് ഓഫ് ഹല്ലേലൂയ. നമുക്ക് വായിക്കുന്നു, ഞാൻ കണ്ടു ഒരു മുന്തിരിവള്ളി വൈൻ, ഇതിൻ്റെ പ്രസൻസ് അവനെ ജീവനിലേക്ക് എത്തിച്ചു. തിരുവചനം പറയുന്നു ഹല്ലേലൂയ, നിത്യജീവനിലേക്ക്. നമുക്കറിയാം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്വപ്നം നിറവേറുന്നത്. നിത്യജീവനിലേക്ക് അവനെ നയിച്ചത് മുന്തിരിവള്ളിയുടെ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് മുന്തിരിവള്ളിയുടെ പ്രസൻസാണ് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്? തിരുവചനം പറയുന്നു, ഞാൻ തന്നെ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. യേശു എന്ന മുന്തിരിവള്ളി നമ്മെ നിത്യജീവനിലേക്ക് എത്തിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പക്കാരുടെ പ്രമാണിയുടെ ജീവിതത്തിൽ ഒരു ആബ്സെൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നത്. പാനപാത്ര ചീഫ് ഓഫ് ദി ബട്ട്ലേഴ്സിൻ്റെ ഡ്രീമിൽ ഒരു പ്രസൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ പ്രസൻസ് അവനെ ജീവനിലേക്കും മാന്യതയിലേക്കും എത്തിച്ചു. അപ്പക്കാരുടെ പ്രമാണിയില്ല, ഒരു ആബ്സെൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന. ആ ആബ്സെൻസ് അവൻ്റെ ജീവൻ്റെ ആബ്സെൻസിലേക്ക് റിസൾട്ട് ചെയ്യാനിടയായി തീർന്നു. എന്താണ് അവൻ്റെ ജീവിതത്തിൽ ആബ്സെൻ്റ് ആയി തീർന്നത്? നമുക്കറിയാം, 3 കൊട്ട അവൻ്റെ തലയിലുണ്ട്. ആ കുട്ടയിൽ അപ്പവുമുണ്ട്. അവൻ ഒരുപക്ഷെ അധ്വാനിച്ച അപ്പമായിരിക്കില്ല. അവൻ ആ കുട്ട ചുമന്നുകൊണ്ട് നടക്കുക. പോയിന്റ് എ ടു പോയിന്റ് ബി, അവൻ ആ കുട്ടയും ചുമന്നുകൊണ്ട് നടക്കുക. അത് 3 കുട്ടയുണ്ട്. അതിൽ മുകളിലത്തെ കുട്ടയിൽ ഫറവോന് ആവശ്യമുള്ള, ഫറവോന്റെ സന്നിധിയിൽ എത്തിക്കപ്പെടേണ്ട അപ്പമാണ്. പക്ഷേ ഇവൻ അറിയുന്നില്ല മുകളിൽ നിന്ന് ചില പക്ഷികൾ വന്നത് തിന്നു തീർക്കുന്നത്. ഇവൻ അറിയുന്നില്ല മുകളിൽ നിന്ന് ചില പക്ഷികൾ വന്നത് തിന്നു തീർക്കുന്നത്. ഇതറിയാതെ പോകുന്ന, ചുമക്കുന്നുണ്ടോ? ഉണ്ട്. അധ്വാനിക്കുന്നുണ്ടോ? ഉണ്ട്. ഭാരപ്പെടുന്നുണ്ടോ? ഉണ്ട്. കരയുന്നുണ്ടോ? ഉണ്ട്. ഉപവസിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ എവിടെയോ അറിയാതെ ചില കുറച്ചിലുകൾ വരികയാണ്, ചില കുറവുകൾ വരികയാണ്. ഹല്ലേലൂയ, ജീവിതത്തിൽ ചില ശൂന്യതകൾ വരികയാണ്, ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വരികയാണ്. അപ്പക്കാരുടെ പ്രമാണിയെ മരണത്തിലെത്തിച്ചത് എന്തിൻ്റെ ആബ്സെൻസ് ആണ്? അപ്പത്തിൻ്റെ ആബ്സെൻസ് ആണ്. ഹല്ലേലൂയ, അപ്പക്കാരുടെ പ്രമാണി എന്ന് പറയുമ്പോൾ ഹി ഈസ് ഇൻ ചാർജ് ഓഫ് ഫുഡ്. ഹല്ലേലൂയ, ഹി ഈസ് ഇൻ ചാർജ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ബ്രെഡ്. പക്ഷേ ഹല്ലേലൂയ, അതിൽ അവൻ ഈ അപ്പത്തിൻ്റെ ആബ്സെൻസ് അവനെ മരണത്തിലേക്ക് എത്തിച്ചു. നമുക്കറിയാം, ഫുഡിൻ്റെ സിഗ്നിഫിക്കൻസ് ആരും നമുക്ക് പറഞ്ഞു തരണ്ട. ബ്രെഡ് സിംബലൈസസ് ഫുഡ്. ഹല്ലേലൂയ, ഫുഡിൻ്റെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആരും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കറിയാം, നമ്മൾ ആരോഗ്യമായിട്ടിരിക്കണേ നാം ഭക്ഷണം കഴിക്കണം. ഫുഡ് ഹല്ലേലൂയ ഗിവ്സ് എ സ്ട്രെങ്ത്. ഫുഡ് മേക്സ് എസ് ഹെൽത്തി. നമ്മുടെ ജോലി ചെയ്യണേ നമുക്ക് ആഹാരം കഴിച്ചേ മതിയാകും. അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ്. സ്കൂളിൽ നമുക്ക് ഫുഡ് ആവശ്യമാണ്. നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഫുഡ് ആവശ്യമാണ്. ഹല്ലേലൂയ, അതോടൊപ്പം തന്നെ ഈ ഫുഡ് എന്ന് പറയുന്നത് ഇറ്റ് സിംബലൈസസ്, ഇറ്റ് ഈസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ചർച്ചിൽ തന്നെ ഹല്ലേലൂയ ഒരു ആനിവേഴ്സറി ആയിക്കോട്ടെ, ഒരു ഡെഡിക്കേഷൻ ആയിക്കൊള്ളട്ടെ, നമുക്ക് അവിടെ ആ റൂം ഓപ്പൺ ആകും. അവിടെ എന്താ ഉള്ളത്? അവിടെ ഫുഡാണ്. ഇറ്റ്സ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഫുഡ് നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമുക്കൊരു ഒരു ഒക്കേഷൻ ഉണ്ട്, അത് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നാം ആദ്യം അവൈലബിൾ ആക്കി തീർക്കുന്നത് എന്തായിരിക്കും? ഫുഡായിരിക്കും. ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു സിമ്പലാണ്. ഇതൊരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതോടൊപ്പം തന്നെ ജീവനെ നിലനിർത്തുന്നതാണ് ഫുഡ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളർച്ച നൽകുന്നതാണ് ഫുഡ്. ഇന്ന് ഹല്ലേലൂയ, ഈ അപ്പക്കാരുടെ പ്രമാണിയുടെ ജീവിതത്തിൽ നഷ്ടമായതും ഈ സന്തോഷമാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായത് ഹല്ലേലൂയ ഈ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായത് അവൻ്റെ ജീവനെ തന്നെ നിലനിർത്തുന്ന ഹല്ലേലൂയ ഈ അപ്പമാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായത് അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഫുഡ് അവൻ്റെ ജീവിതത്തിൽ, ആ ബ്രെഡ് അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയാണ്. ബാക്കി 2 പേരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്റർ മനോഹരമാണെങ്കിൽ, ഇവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ ചാപ്റ്റർ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമാണ്. ഹല്ലേലൂയ, ഫുഡിൻ്റെ സിഗ്നിഫിക്കൻസ് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഏത് ഫുഡിൻ്റെ ആബ്സെൻസ് ആണ് അവനെ മരണത്തിലേക്ക് നയിച്ചത്? ഇത് ഒരു ഫിസിക്കൽ ഡെത്ത് ആണെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇതിൽ നിന്ന് നമ്മോട് സംസാരിക്കാനുള്ളത് ഒരു ഇറ്റേണൽ ഡെത്തും ഒരു എറ്റേണൽ ലൈഫും ഉണ്ട്. ഹല്ലേലൂയ, ഐ ഡോണ്ട് നോ, ഹല്ലേലൂയ, ലാസ്റ്റ് 3 മെസ്സേജ് ഇൻക്ലൂഡിങ് ദീസ് മെസ്സേജ് were all connected. ഹല്ലേലൂയ, ലാസ്റ്റ് മെസ്സേജ് ദൈവം എനിക്ക് നൽകി തന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുന്നു. യഹോവയ്ക്കൊരു ദിവസമുണ്ട്, ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ലാസ്റ്റ് മെസ്സേജിൽ ദൈവം എനിക്ക് നൽകി തന്നത് ഹല്ലേലൂയ, യഹോവ എൻ്റെ ജീവൻ്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ, നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഡേ വരുന്നുണ്ട്. അന്ന് whatever is cooked in the darkness, if you enjoy something that's cooked in the darkness, that's made in the darkness, it's not going to help on the judgment day. ഇവിടെ നാം വായിക്കുന്നു, ഫറവോൻ്റെ ഒരു ദിവസം. അങ്ങനെയെങ്കിൽ മഹാരാജാവിന് ഒരു ദിവസമുണ്ട്. ആ
ദിവസത്തെ പറ്റി പറയുന്നത് അത് ജഡ്ജ്മെന്റ് ഡേയിലാണ്. ആ ദിവസത്തിൽ ഹല്ലേലൂയ പാനപാത്രവാഹകനെ രക്ഷിച്ചത് വീഞ്ഞിന്റെ പ്രസൻസ് ആണെങ്കിൽ, യേശു എന്ന മുന്തിരിവള്ളിയുടെ പ്രസൻസ് ആണെങ്കിൽ, അപ്പക്കാരൻ നാശത്തിലേക്ക്, നിത്യമായ മരണത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത് ഹല്ലേലൂയ ഒരു അപ്പത്തിന്റെ ആബ്സൻസ് ആണ്. പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് ഏതപ്പം? ഹല്ലേലൂയ നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. യേശു അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഏതപ്പത്തിൻ്റെ ആബ്സൻസ് ആണ് ഹല്ലേലൂയ നമ്മുടെ ലൈഫിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഹല്ലേലൂയ ഏതിൻ്റെ പ്രസൻസ് ആണ് നമ്മെ ജീവനിലേക്കും, ഏതിൻ്റെ ആബ്സൻസ് ആണ് നമ്മെ മരണത്തിലേക്കും നരകത്തിലേക്കും തള്ളിവിടുന്നത്? യേശു എന്ന ജീവന്റെ അപ്പത്തിൻ്റെ പ്രസൻസ്. ഹല്ലേലൂയ ഒരുപക്ഷെ ഈ ലോകത്തിൽ അനേക ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കാം. ഹല്ലേലൂയ if you ask me, hallelujah, we know the significance of food. We have a lot of varieties available outside. ഈ ചർച്ചിന്റെ വെളിയിൽ, ദൈവവചനത്തിന്റെ ബൗണ്ടറിക്ക് വെളിയിൽ, ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വെളിയിൽ അനേക ഓപ്ഷൻസ്. ഹല്ലേലൂയ when it comes to food, when it comes to cuisines, hallelujah we have a lot of options available outside. എന്തുകൊണ്ട് യേശു എന്ന ജീവന്റെ അപ്പം, ഹല്ലേലൂയ what makes it so different, what makes it significant from the other options we have available outside the world? ഞാൻ ചോദിക്കട്ടെ, ഈ കാരാഗ്രഹത്തിൽ ഈ ഫറവോന്റെ ഈ ഒഫീഷ്യൽസ് എത്തിയപ്പോൾ they were not put to starve to death. അവർക്ക് അവിടെ ഫുഡ് കൊടുത്തിരുന്നു, അവർക്കവിടെ വെള്ളവും കൊടുത്തിരുന്നു. അവരുടെ ജീവനെ നിലനിർത്താനായിട്ട് ആ കാരാഗ്രഹത്തിലുള്ള എല്ലാ പ്രിസണേഴ്സിനും എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ അവർക്ക് ഫുഡ് കൊടുത്തിരുന്നു. പക്ഷേ ഈ ആഹാരം അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ല. ലോകത്തിലുള്ള ഒരു ആഹാരത്തിനും നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ യേശു എന്ന ജീവന്റെ അപ്പം, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ഓൾ ഓഫ് ദി അതർ ഓപ്ഷൻസ് അവൈലബിൾ ഔട്ട്സൈഡ്? ഈ അപ്പക്കാരുടെ പ്രമാണിയും ലോകത്തിൽ നിന്നുള്ള ഫുഡ് അവന് ലഭിച്ചിരുന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് ലോകത്തിൽ നിന്ന് ലഭിച്ച ഫുഡ്, ആ സോഴ്സ് ഓഫ് സ്ട്രെങ്ത്, ആ സോഴ്സ് ഓഫ് എനർജി, ആ സോഴ്സ് ഓഫ് ഹെൽത്ത്, ആ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ലോകത്തിൽ നിന്ന് ലഭിച്ച ഹല്ലേലൂയ ആ ഫുഡ് അവനെ രക്ഷിച്ചില്ല. 3 ദിവസം കഴിഞ്ഞ് നടന്ന ഫറവോന്റെ ദിവസത്തിൽ അവനെ രക്ഷിച്ചില്ല. ലോകത്തിലുള്ള ഒരു ഫുഡിനും, ലോകത്തിലുള്ള ഒരു സോഴ്സ് ഓഫ് സ്ട്രെങ്ത്തിനും, ലോകത്തിലുള്ള ഒരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റിനും, ലോകത്തിലുള്ള ഒരു സോഴ്സ് ഓഫ് ജോയ്ക്കും ഹല്ലേലൂയ ദൈവത്തിന്റെ ദിവസത്തിൽ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ആ ദിവസത്തിൽ നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ബ്രെഡ് ഉണ്ടെങ്കിൽ, യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, അത് യേശു എന്ന ജീവന്റെ അപ്പമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എല്ലാം ഹല്ലേലൂയ കേവലം ഫുഡ് എന്നറിയപ്പെടുമ്പോൾ യേശുവിനെ അറിയപ്പെടുന്നത് he is the bread of life, the bread that can gives life, that bread that can give life, that bread, the bread that can give breath, that the bread that can help you move forward, the bread that gives you hope. Hallelujah, that bread that gives you light. Hallelujah. No matter how costly, അല്ലെങ്കിൽ ഈ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ക്വിസീൻസും എത്ര യുണീക്ക് ആണെങ്കിലും, എത്ര കോസ്റ്റ്ലി ആണെങ്കിലും, എത്ര സിഗ്നിഫിക്കൻ്റ് ആയ ക്വിസീൻസ് നമ്മൾ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാലും, യേശു എന്ന ബ്രെഡ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഡേയിൽ ഇതൊന്നും വില പോവുകയല്ല. none of this is gonna matter. ഹല്ലേലൂയ യേശു എന്ന ബ്രെഡ് ഓഫ് ലൈഫ് ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ അവിടെയാണ് ഹല്ലേലൂയ അതാണ് നമ്മെ നിത്യതയിൽ നിന്ന്, ജഡ്ജ്മെന്റ് സീറ്റിൽ നിന്ന് നമ്മൾ ഇവിടെ കണ്ടതുപോലെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയുടെയും അപ്പക്കാരുടെ പ്രമാണിയുടെയും ലൈഫ് 2 ടേൺ എടുത്തതുപോലെ ജഡ്ജ്മെന്റ് ഡേയിലും 2 ടേൺ എടുക്കും. ഹല്ലേലൂയ യേശുവിൻ എന്ന ബ്രെഡ് ഓഫ് ലൈഫ് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ടേൺ, ഹല്ലേലൂയ നാം കടന്നു പോകുന്നത് നിത്യജീവനിലേക്കും നിത്യമാന്യതയിലേക്കുമാണ്. കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാസം ചെയ്യാനും നിത്യതയിൽ പ്രവേശിക്കാനുമാണ്. എന്നാൽ ഈ ബ്രെഡ് ഓഫ് ലൈഫ് ആബ്സെന്റ് ആണെങ്കിലോ, ജഡ്ജ്മെന്റ് ഡേയിൽ ഈ ബ്രെഡ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ആബ്സെന്റ് ആണെങ്കിലോ, നിത്യമായൊരു നരകമുണ്ട്, നിത്യമായൊരു നിന്ദയുണ്ട്, നിത്യമായൊരു മരണമുണ്ട്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത്, അപ്പക്കാരുടെ ഹല്ലേലൂയ പ്രമാണിയുടെ ലൈഫിൽ നിന്ന് നാം പഠിക്കാനുള്ളത്, ഹല്ലേലൂയ ബ്രെഡ് ഓഫ് ലൈഫ് ജീവിതത്തിൽ ആബ്സെന്റ് ആകരുത്. ഹല്ലേലൂയ ഈ ബ്രെഡ് ഓഫ് ലൈഫ് അവൻ്റെ കുട്ടയിൽ ഉണ്ടായിരുന്നു, ഈ അപ്പം അവൻ്റെ കുട്ടയിൽ ഉണ്ടായിരുന്നു. നഷ്ടം സംഭവിച്ചതാണ്, അതിൻ്റെ എണ്ണം കുറഞ്ഞു പോയതാണ് കുഴപ്പം. അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ആ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി, നഷ്ടം സംഭവിച്ചു. ആ
കുട്ടയിൽ ശൂന്യത വന്നു, അവൻ അറിയാതെ ശൂന്യത വന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറയാനുള്ളത്, അവൻ അറിഞ്ഞില്ല അവൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത വന്നത്. ഒരുപക്ഷെ വെയിറ്റ് കുറഞ്ഞപ്പോൾ അവൻ ഇച്ചിരി സന്തോഷിച്ച് കാണും, അല്ലെങ്കിൽ ഈ അപ്പത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് തലയിലെ വെയിറ്റ് കുറഞ്ഞു, അവനൊരുപക്ഷെ സന്തോഷിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറയാനുള്ളത്, നാം ഒന്ന് ചെക്ക് ചെയ്യണം, യേശു എന്ന ജീവൻ്റെ അപ്പം നമ്മുടെ ഉള്ളിലുണ്ടോ? ഹല്ലേലൂയ. അവൻ അധ്വാനിച്ചു, അവൻ പ്രയാസപ്പെട്ടു, നമ്മുടെ ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മോട് പറയാനുള്ളത്, അധ്വാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷെ ജീവൻ്റെ അപ്പം ഹല്ലേലൂയ എവിടെയോ നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ജീവിതത്തിൽ യേശു എന്ന ബ്രെഡ് ഓഫ് ലൈഫിനെ പരിചയപ്പെടാൻ ദൈവം നമുക്ക് അവസരം തന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാളിൽ ആ ബ്രെഡ് ഓഫ് ലൈഫിനാൽ ദൈവം നമ്മളെ ബ്ലസ് ചെയ്തു. എന്നാൽ ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു ഭൂമിയിലാണ് നാം ആയിരിക്കുന്നത്. അവിടെ ഹല്ലേലൂയ നമ്മളെ സഹായിക്കാൻ ഒരുവനെ കഴിയുകയുള്ളൂ. യേശു പറയുക, എൻ്റെ പിതാവ് എനിക്ക് നൽകി തന്നതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല. നഷ്ടപ്പെടുത്തി കളയാതെ നിത്യത വരെ എത്തിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, യേശുവിന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്ത് ജീവിതത്തിലുണ്ടോ അത് യേശുവിൻ്റെ കരത്തിലോട്ട് കൊടുക്കുക. കാരണം ഈ കരത്തിൽ കയറിയത് നഷ്ടപ്പെട്ടിട്ടില്ല, ഈ കരത്തിൽ കയറിയത് കുറഞ്ഞു പോയിട്ടില്ല, ഈ കരത്തിൽ കയറിയത് ശൂന്യത കണ്ടിട്ടില്ല, ഈ കരത്തിൽ കയറിയത് അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഈ കരത്തിൽ കയറിയത് മാനിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഈ കരത്തിൽ കയറിയത് അനുഗ്രഹം പ്രാപിച്ചിട്ടേ ഉള്ളൂ, ഈ കരത്തിൽ കയറിയത് നന്മ പ്രാപിച്ചിട്ടേ ഉള്ളൂ, ഈ കരത്തിൽ കയറിയത് ഹല്ലേലൂയ വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരുപക്ഷെ ലോകത്തില് ഹല്ലേലൂയ അനേക ബ്രെഡ് ഓപ്ഷൻസ് നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്, അനേക ടാലൻസ് നൽകിയിട്ടുണ്ട്, അനേക റീസോഴ്സ് നൽകി തന്നിട്ടുണ്ട്, അനേക അപ്പങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കരത്തിലുണ്ടാകാം. പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. യേശു പറയുക, എൻ്റെ കരത്തിലോട്ട് തരിക. ഹല്ലേലൂയ. അതിനൊരു ഉത്തമ ഉദാഹരണം നാം തിരുവചനത്തിൽ കാണുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല, 4 സുവിശേഷത്തിൽ നാം കാണുന്നു. ഒരു ബാലൻ, അവൻ്റെ കയ്യിൽ 5 അപ്പം, ലോകത്തിലെ അപ്പമാണ്, അവൻ്റെ ഹങ്കറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അവൻ്റെ അമ്മ കൊടുത്തുവിട്ട അപ്പമാണ്. 5 അപ്പം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് യേശുവിൻ്റെ കരത്തിലെത്തിയപ്പോൾ അവൻ്റെ ഒരു നേരത്തെ വിശപ്പല്ല മാറിയത്, അനേകർക്ക് അതൊരാശ്വാസമായി തീർന്നു. ഒരുപക്ഷെ അനേക ബ്ലെസ്സിങ്സ് കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അനേക ടാലൻസ് കൊണ്ട്, അനേക റീസോഴ്സ് കൊണ്ട് ദൈവം നിങ്ങളെ മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് പറയാനുള്ളത്, യേശുവിൻ്റെ കരത്തിലോട്ട് എടുക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ കരത്തിലോട്ട് കൊടുക്കുക. യേശു പറയും, എൻ്റെ പിതാവ് എനിക്ക് നൽകി തന്നതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഒടുക്കത്തെ നാളിൽ ഞാനത് ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഫറവോനൊരു 3-ാമത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഫറവോൻ്റെ ഒരു ദിവസം, നമ്മുടെ മുൻപിൽ ഒരു ദിവസമുണ്ട്. ഒരിക്കൽ മരിക്കുകയും ഹല്ലേലൂയ പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ അനേകരുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. നമുക്കൊരു ന്യായവിധിയുണ്ട്. അവിടെ ഹല്ലേലൂയ മറ്റൊരു ബ്രെഡിന് നമ്മെ സേവ് ചെയ്യാൻ കഴിയില്ല. യേശു എന്ന ഹല്ലേലൂയ ജീവന്റെ ബ്രെഡിന് മാത്രമേ നമ്മെ സേവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ 40-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുക, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. അപ്പക്കാരുടെ പ്രമാണിയെ പോലെ നിങ്ങളെ ഒരുപക്ഷെ ഹല്ലേലൂയ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനോ ഒന്ന് റിഗാർഡ് ചെയ്യാനോ നിങ്ങളെ ഒന്ന് നോട്ടീസ് ചെയ്യാനോ ആരും ഉണ്ടായിരിക്കില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ, ഇടത്തിരിക്കുന്നത് യോസേഫും വലത്തിരിക്കുന്ന ഒരു പാനപാത്ര വാഹകരുടെ പ്രമാണിയുമായിരിക്കാം. നിങ്ങൾ നടുക്കിരുന്നുകൊണ്ട് നീറുക, ഒരേ ചർച്ചിലാണ് വരുന്നത്, ഒരേ ഭവനത്തിലായിരിക്കുന്നത്, പക്ഷേ ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത ചില നഷ്ടങ്ങൾ, ജീവിതത്തിൽ ആരോടും പറയാൻ കഴിയാത്ത ചില കുറവുകൾ, ജീവിതത്തിൽ ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലുള്ള ചില ശൂന്യതകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാനുള്ളത്, യേശുവിൻ്റെ കരത്തിലോട്ട് അത് ഏൽപ്പിക്കുക. ആ കരത്തിൽ കയറിയതൊന്നും കുറഞ്ഞു പോയിട്ടില്ല, ആ കരത്തിൽ കയറിയതൊന്നും ലജ്ജിക്കപ്പെട്ടിട്ടില്ല, ആ കരത്തിൽ കയറിയതൊന്നും ഹല്ലേലൂയ ശൂന്യത കണ്ടിട്ടില്ല. ആ കരത്തിൽ കയറിയതെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, യേശു എന്ന ബ്രെഡ് ഓഫ് ലൈഫ്. ഈ ബ്രെഡ് കുറഞ്ഞു പോയത് അപ്പക്കാരുടെ പ്രമാണി അറിയില്ല. ഈ സ്റ്റേജ് ഇന്ന് ആ അപ്പക്കാരുടെ പ്രമാണിക്ക് കൊടുത്താൽ അവനും പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടയിൽ ബ്രെഡ് കുറയുന്നത് സൂക്ഷിച്ചോണം. നിങ്ങളുടെ കുട്ടയിൽ ബ്രെഡ് ഇല്ലായ്മയായി ഒരുപക്ഷെ ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം അനുഗ്രഹിച്ചതാണ്.
ഈ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയി തീരുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം അനുഗ്രഹിച്ചതാണ്. പക്ഷെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം, ഇത് അനുഗ്രഹമാണോ, കുട്ടയിൽ അപ്പത്തിൻ്റെ എണ്ണം കുറയുന്നതാണോ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹല്ലേലൂയ നാം യേശു എന്ന ബ്രെഡ് ഓഫ് ലൈഫിനെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ബ്രെഡ് ഓഫ് ലൈഫ് മാത്രമാണ് ഒടുക്കത്തെ നാളിൽ നമ്മെ ഉയർപ്പിച്ച് നിത്യജീവനിലേക്കും നിത്യമാന്യതയിലേക്കും നമ്മെ എത്തിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ ഈ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.